കുട്ടികളെയും കൂട്ടിയിട്ടൊന്ന് പുറത്തേക്ക് പോവാണ്. കുറച്ച് സ്ഥലങ്ങളൊക്കെ നടക്കാൻ ഇപ്പോൾ അടച്ചിട്ട് വീട്ടിനകത്ത് വെയിൽ കാരണം പുറത്തേക്ക് ഇറങ്ങി. അത് കാരണം നമ്മളൊന്ന് അവരെ കൊണ്ട് പോകാൻ സ്ഥലം കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ഇവിടെ നിന്നാണ് വന്നത്. മൊത്തം റബ്ബറും തോട്ടമാണ്. ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാണെന്ന് പറഞ്ഞ പോലെ മൊത്തം റബ്ബർ തോട്ടങ്ങളാണ്. ഇത് അടുത്തൊരു പാറമടയിലേക്കുള്ള നിർത്തിയിട്ടാണ് കേട്ടോ. എല്ലാം വെള്ളം കയറി കിടക്കുക. വർക്കും നടക്കുന്നൊന്നുമില്ല. അങ്ങോട്ടുള്ള വഴിയാണ്. ഞങ്ങൾ ഉപേക്ഷിക്കപ്പെട്ട വേറൊരു പാടമടയിലേക്ക് ഇറങ്ങാണ്. വള്ളിയിൽ തട്ടി വീഴരുത് കേട്ടോ. എന്തിൻ്റെ ഉണ്ട് എന്തിൻ്റെ മണമുണ്ട്. ഞങ്ങളിങ്ങനെ പാറമടയിലേക്ക് ഇറങ്ങുകയാണ്. ഈ കൊടും വേനൽക്കും വറ്റാത്ത നീരുറവാന്നൊക്കെ പറയില്ലേ, അത് കണ്ട പാട് കണ്ട അത്രയും വെള്ളമാണ് വറ്റിയിട്ടുള്ളൂ. പാട് കണ്ട വേനൽക്ക് കൊടും വേനലുണ്ട്. ഇത്രയും വെള്ളമാണ് ഇവിടെ വറ്റിയിട്ടുള്ള പാട് കണ്ടത്. ഞങ്ങളിവിടെ വന്ന സമയത്ത് അലക്കാനും കുളിക്കാനൊക്കെ ഇവിടെ വന്നുകൊണ്ടിരുന്ന വെച്ചാൽ അന്നേരം ആ കൊക്കുകൾ പറക്കുന്ന സ്ഥലം കണ്ട ഈ മരം ഇവിടം വരെ പോകാമായിരുന്നു. ആ മരം നല്ല പച്ചിലയായിട്ട് കടന്നു വെച്ച മരമാണ്. ഇപ്പോൾ വെള്ളം കയറി, വേനൽക്കും വെള്ളം കയറിയിട്ട് നിൽക്കുന്നൊരു പാറമടയാണ്. അവിടം വരെ പോയി കുളിക്കുകയും നിരപ്പായിരുന്നു. അവിടം വരെ ഒരു പ്രശ്നം ഉണ്ടായില്ലാത്ത നിരപ്പായ സ്ഥലമായിരുന്നു. ഇപ്പോൾ ഇവിടം വരെ വെള്ളം കയറി കിടക്കുക. ഇവിടം വരെ വെള്ളമായി. ഇപ്പം അങ്ങോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ ഇവിടം വരെ നിറയെ വെള്ളമായി കിടക്കുക. ഉണ്ടോ? ഇപ്പം ഇറങ്ങാനോ കുളിക്കാനൊന്നും പറ്റില്ല. പക്ഷെ വേറെ പ്രത്യേകം ചെയ്യുന്നത് ഇവിടെ പള്ളത്തിയുണ്ട്. ചെറിയ പിലോപ്പി കുഞ്ഞുങ്ങളുണ്ട്. പിലോപ്പി ഉണ്ട്. മീൻ കുഞ്ഞുങ്ങളെ കാണിച്ചു തരാം കേട്ടോ. വെള്ളം കാണിച്ചു കാണാൻ പറ്റും. വെള്ളം സ്റ്റെപ്പുണ്ട്. ഞങ്ങൾ കറങ്ങി അടിച്ച് മറ്റൊരു വഴിയിലെത്തിയിട്ടുണ്ട്. ഈ ഫോറസ്റ്റ് മുഴുവൻ കാണാന്ന് പറഞ്ഞാൽ ഇവിടെയും നിറയെ റബ്ബർ തോട്ടം കാണാം. ഇതൊന്നും റബ്ബർ വെട്ടണമൊന്നുമില്ല. അതായത്
വഴിച്ചാലുകൾ നല്ല പ്രകൃതി ഭംഗിയാണ് കാണാനായി. ഇവിടെയാണ് ഞങ്ങൾ അലക്കാനും കുളിക്കാനും. ഇവിടെ വേറെ പ്രത്യേകതയുണ്ട്. ഇവിടെ ധാരാളം മീനുകൾ വളർത്തുന്നുണ്ട്. ഇവിടെ വാലയിൽ ചുമപ്പുള്ള പരലുണ്ട്, സാധാരണ പരലുണ്ട്, വാലക്കുടിയും പരലുണ്ട്, പിലോപ്പി ഉണ്ട്, പള്ളത്തി ഉണ്ട്, കറൂപ്പുണ്ട്, ബ്രാലുണ്ട്, റോഹു ഉണ്ട്, കട്ട്ലുണ്ട്. ഒരുമാതിരിപ്പെട്ട എല്ലാ മീനുകളും ഇതിനകത്തുണ്ട്. ഇവിടെയാണ് അലക്കുകയും കുളിക്കുകയൊക്കെ ചെയ്യണത് ഞങ്ങൾ. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. ഇതാണ് മടയിൽ നിന്ന് നമ്മളേക്ക് വീട്ടിലേക്ക് പോകുന്ന ഓസ്. എന്താ ഓസ് പോകുന്നുണ്ടോ? ഇവിടെ നിന്ന് നേരെ താഴെ കാണാനാണ് നമ്മളുടെ വീട്. അപ്പോൾ വീട്ടിലേക്കല്ല പോകണം, വീടും ഇവിടെ മുകളിൽ നിന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. ഇതിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വീട് കാണാം. വാടാ, അപ്പോൾ നമ്മൾ വീട് കാണിച്ചു തരാം. ആ കാണുന്നതാണ്. അറ്റത്ത് കണ്ടോ ഒരു വീട് കാണുന്നുണ്ടോ? ഇല്ല അല്ലേ, കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് നമ്മളുടെ വീട്. കണ്ടോ, അതാണ് നമ്മളുടെ വീട്. താഴെ തുണി ഇട്ടേക്കണം, അതാണ് വഴി. ഇതാണ് എൻ്റെ ബൈക്ക് ഇരിക്കുന്നത്. ഇതാണ് മെയിൻ വഴി അങ്ങോട്ട് പോണത്. എന്താ, അതാണ് വഴിച്ചാല് വഴി. ഏതാണ് ഇതടുത്തൊരു വീട് പണിയുന്നതാണ്, ഫൗണ്ടേഷൻ ഇട്ടാണ്. എൻ്റെ അപ്പുറത്ത് കാണാൻ ഇതാണ് നമ്മളുടെ വീട്. അപ്പോൾ ഓക്കെ, ഈ ഓസ് പോകുന്നത് ഈ വഴിയാണ്. കണ്ട, ഈ വഴി പോയിട്ട് ഇവിടെ താഴ്ചയിൽ അങ്ങോട്ടേക്ക് വെള്ളം എടുക്കാം. കണ്ടോ, ഓസ് പോകണ ഇതിൽ കൂടെയാണ്. കണ്ടോ, ഇതിൽ കൂടെ ഇങ്ങനെ പോന്നിട്ട് ഇവിടെ നിന്ന് താഴത്തു നിന്നാണ് ഇങ്ങനെ വെള്ളം എടുത്തിട്ട് നമ്മുടെ വീട്ടിലേക്ക് അങ്ങോട്ട് പോകുന്നത്. ഇപ്പം കണ്ട, ഇങ്ങനെ നടന്നു പോകുന്നതിൻ്റെ ഉള്ളിൽ ആർഷയ്ക്ക് ഒരു കൂട്ടം പൂവ് കിട്ടി. അപ്പോൾ അവൾ എടുത്ത് വെച്ച്, ഉണങ്ങിയ പൂവ് കേട്ടോ, തൊട്ടാ പൊഴിഞ്ഞു പോകും. കണ്ട, പല നിറമാണ്. കണ്ട, ആർഷയ്ക്ക് കിട്ടി. കണ്ട, ഈ കളറാണ് ഈ പൂവിന്റെ നിറം. ഞങ്ങളങ്ങനെ വേറെ ആ മോനെ കൊണ്ടുപോവാ. ഇതാണ് കശുമാങ്ങ. കശുമാവിൻ്റെ പൂവാണ് ഈ കാണുന്നത്. ഇതാണ് കശുവണ്ടി. ഇത് വലുതാകുമ്പോഴാണ് മാങ്ങയാവുന്നത്. ഇതിനാണ് കശുവണ്ടി. കണ്ട, ഇതാണ് കശുവണ്ടി. ഇതിൻ്റെ ഉള്ളിലാണ് ഉണങ്ങിയിട്ട് ഇത് പൊട്ടിക്കുമ്പോഴാണ് ഇതിൻ്റെ കശുവണ്ടി പരിപ്പ് നമുക്ക് കിട്ടുന്നത്. പച്ചനെ വേണമെങ്കിൽ ഇത് കുറച്ചുകൂടി ഇട്ട് നമുക്ക് പൊളിച്ചെടുത്ത് വെളിച്ചെണ്ണ വെച്ച് കഴിക്കാം, അല്ലെങ്കിൽ പൊള്ളും. കശുമാങ്ങ ഇവിടെ ഇല്ല പഴുത്ത, അല്ലെങ്കിൽ കാണിച്ചു തരാമായിരുന്നു. ആയിട്ടില്ല. വാ, നമ്മളിത് പാറയുടെ സൈഡിൽ എത്തിയിട്ടുണ്ട്. കൈ പിടിച്ചു. ഇതാണ് പാറയുടെ മുകളിൽ നിന്ന് എടുക്കുന്ന വശം. നമ്മൾ വെള്ളം എടുക്കുന്ന പാറമടയാണ്. ഇവിടെ നിന്ന് മീൻ പിടിക്കാറില്ല. നമ്മൾ ആദ്യം പോയ പാറമടയിൽ നിന്നാണ് മീൻ പിടിക്കാറ്. ഇവിടെ വളർത്തുന്നതാണ്. ഇവിടെ നമ്മൾ പിടിക്കാൻ പാടില്ല കേട്ടോ.
ഇവിടെ നല്ല പിടിക്കും. നമ്മൾ നടന്ന് വേറൊരു കശുമാവൻ കൂട്ടത്തിലെത്തി. കശുമാവിൻ്റെ പൂവ് എന്താ, കശുമാവിൻ്റെ പൂവ് ഇതാണ് കശുമാവിൻ്റെ കൂമ്പ്. കശുമാവിൻ്റെ മരമാണ് ഈ കാണുന്നത്. കണ്ടാ, ഒരു കാലത്ത് ഊഞ്ഞാല ആടാനും മരത്തിൽ കയറി കളിക്കാനൊക്കെ ഇതിലാണ് നടന്നിരുന്നത്. ഇതാണ് പഴുത്ത കശുമാങ്ങ. കണ്ടോ, ഇതാണ് പഴുത്ത കശുമാങ്ങ. എങ്ങും കാണുന്നില്ല. കണ്ട, ഇത് ഞങ്ങൾ എന്തായാലും തൽക്കാലം അണ്ണാൻകുഞ്ഞിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ അണ്ണൻ വന്ന് വീഴാറുണ്ട് ദിവസം. ഓക്കെ, ഇതെല്ലാം ഉണങ്ങി കരിഞ്ഞ് കിടക്കുകയാണ്. ഞങ്ങളിങ്ങനെ നടന്ന് ഉള്ളുവഴി കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഉണങ്ങി കരിഞ്ഞു പോയതുകൊണ്ടാണ്. വിറക് വെട്ടിയിട്ടാണ് കാണുന്നത് ആളുകൾ. നടന്ന് ഞങ്ങൾ വേറെ സ്ഥലത്തെത്തി. ഇത് വേറൊരു ഉപേക്ഷിക്കപ്പെട്ട പാറയുടെയാണ്. ഇത് വേറെ ഉപേക്ഷിക്കപ്പെട്ട പാറയുണ്ട്. ഇങ്ങോട്ട് നീങ്ങി ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. ഇതാണ് അപ്പൂപ്പന്താടി എന്ന് പറഞ്ഞ പിള്ളേർ കളിച്ചുകൊണ്ടിരുന്നതില്ലേ, അതാണ് ഈ കാണാണ്ട് അപ്പൂപ്പന്താടി. അപ്പൂപ്പന്താടിയിൽ അങ്ങനെ പാട്ട് കേട്ടല്ലേ, മൈഡിയർ കുട്ടിച്ചാലിലെ പാട്ടിലുള്ള അപ്പൂപ്പന്താടിയാണ്. അതിന്ന് പറഞ്ഞിട്ടാ കായ എന്ത് എൻ്റെ തലയിലേക്ക് പറത്തിട്ടാ. ആ കായ എടുത്ത്, കായെന്ന് പറഞ്ഞിട്ട് കായ എടുത്ത്, ആ കായ ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് അപ്പൂപ്പന്താടി പൊട്ടി വിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ, ഇതാണ് അപ്പൂപ്പന്താടിയുടെ കായ. ഇത് ഈ വള്ളിയിലാണ് അപ്പൂപ്പന്താടി ഉണ്ടാവുന്നത്. പൊട്ടിപ്പോയി അതിൽ നിന്ന് ഇങ്ങനെ പൊട്ടി ഇങ്ങനെ വരുന്നോണ്ടിരിക്കും. കണ്ടോ, ഇങ്ങനെ വരുന്നോണ്ടിരിക്കും. കണ്ടോ, പറക്കുന്നത് കണ്ടോ, ഇങ്ങനെ പൊഴിഞ്ഞ് വീണോണ്ടിരിക്കും. പറത്തിക്കടി കൂടെ അതിൽ നിന്നല്ല കായ കുടഞ്ഞത്. അങ്ങനെ ഒറ്റ കുടയിൽ കുടഞ്ഞോ, കുറേശ്ശെ വീഴ്ത്താൻ വേണ്ടി ഒറ്റ കുടയിൽ കുടഞ്ഞോ. അതിൽ കായ ഉണ്ടാ? അതെ, ഇതാണ് അതിൻ്റെ അരി. ഇത് പറന്ന് പോയിട്ട് ഈ അരി എവിടെയെങ്കിലുമൊക്കെ ചെന്ന് വീഴും. അവിടെ മുളച്ച് വള്ളിയായിട്ട് ഇതുപോലെ കായ ഉണ്ടാവും. ഇത് അടർന്ന് പിരിഞ്ഞു വരും. ഒരു അപ്പൂപ്പന്താടി പറക്കണണ്ട. കണ്ടാ, ഇതാണ് അപ്പൂപ്പന്താടി. നിറയെ ഉണ്ട്. താങ്ക് യു. ഇതിലും ധാരാളം മത്സ്യങ്ങളുണ്ട്. ഇതും അത്ര അടുത്തേക്ക് പോകണ്ട, കരിയിൽ തന്നെ പോകും. ഇത് വഴിയാണ്, എന്നാലും നമുക്ക് കുഴപ്പമില്ല. ആൾക്കാർ ഇറങ്ങാൻ വഴിയാ, അതിലൂടെ ഇറങ്ങാം. ഇതിൽ കുളിക്കാൻ പറ്റില്ല, വെള്ളം മോശമല്ലേ, വെള്ള കളറായിട്ട് കിടക്കണ്ട. ഇപ്പൊ ഫോൺ താഴെ പോയാണ്. നീ അടുത്ത അത് നീ നടക്കണേ. ഞങ്ങളങ്ങനെ മെയിൻ റോഡിലേക്ക് എത്താൻ പോവുകയാണ്. വളരെയധികം നാളുകളായി ഒരു വീഡിയോ ചെയ്തിട്ടേ, ഒന്നിനും സമയം എനിക്ക് കിട്ടാറില്ല. എന്തായാലും ഇന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതി ഇറങ്ങിയതാണ്. എത്രത്തോളം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല, എങ്കിലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ അതിൻ്റെ ഒപ്പം ആയിട്ടില്ല. ഒരു ചെടി കൂടി കാണിച്ചു തരാം. നമ്മൾ ധാരാളം നാട്ടിൻപുറത്തൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ സിറ്റികളിലാണെങ്കിലും പുതിയ വീട് വയ്ക്കുമ്പോഴാണെങ്കിലും ആട്ടുംകൂട്ടിലൊക്കെ വയ്ക്കുന്നൊരു സാധനം കള്ളിച്ചെടി എന്ന് പറയും. അതൊരു ധാരാളം ഉണ്ട്. കുറേ വെട്ടിക്കളഞ്ഞാണ്, അതിൽ ബാക്കി വളർന്നു വന്നേക്കാണ്. ഇത് കുറേ കഴിയുമ്പോൾ അറ്റത്ത് പൂവുണ്ടാവും. കള്ളിച്ചെടി കണ്ട, മുള്ളിച്ചെടി എന്നൊക്കെ പറയും ചിലത്, കള്ളിച്ചെടി എന്നാണ് ഞങ്ങളിവിടെ പറയുന്നത്. നമുക്ക് മെയിൻ റോഡ് എത്തി. ആ വീടിൻ്റെ അവിടെ നിന്ന് ടീ പോലെ, ഇതിപ്പോൾ ടീയുടെ അറ്റല്ലേ, ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും വഴിയാണ്. അങ്ങോട്ട് പോകണോ അമ്പലത്തിനോട് വരെ പോകല്ലേ. ഞങ്ങളിനി അടുത്തൊരു പ്രോപ്പർട്ടി കാണിക്കാം. നമ്മളങ്ങനെ മെയിൻ റോഡിലെത്തിയതുണ്ട, അടുത്ത വഴി കണ്ട, നമ്മൾ ഇങ്ങോട്ടാണ് പോകുന്നത്. അവിടം വരെ പോകണം നമുക്ക്, അറ്റം വരെ. ഓക്കെ,
ഇത് കണ്ടിട്ടില്ലാത്തവർക്കായിട്ടോ. ഇതാണ് ചക്ക. കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി മാത്രമാണ്, ആരും ട്രോളരുത്. പ്ലാവ്. ഇത് ഈ പരുവത്തിൽ ഞങ്ങൾ പറിച്ച് തോരൻ ഉണ്ടാക്കും. ഇടിയും ചക്ക എന്ന് പറയും. കണ്ടല്ലോ. എന്താ നമ്മളിപ്പോൾ കടക്കാൻ പോകുന്നൊരു ശാസ്താ ക്ഷേത്രത്തിലേക്കാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ സ്വയംഭൂവായിട്ട് കണ്ടെത്തിയൊരു ക്ഷേത്രമാണ്. ഇവിടെ പൂജാതി കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ അയ്യപ്പ ക്ഷേത്രത്തിൽ ശബരിമലയിൽ നടക്കുന്ന പോലെയുള്ള എല്ലാ വഴിപാടുകളും ഇവിടെയുണ്ട്. ശാസ്താ ക്ഷേത്രം. ഇതിൻ്റെ പുറകിൽ തന്നെ വലിയൊരു പാറമടയുണ്ട്. അതും വർഷങ്ങൾക്ക് മുമ്പ് നിർത്തിയതാണ്. ഇത് സ്വയംഭൂവാണ് ഈ സാധനം. ഉപയോഗിക്കരുത്, ഞാൻ എടുക്കുന്നില്ല. ഇതും വളരെ പ്ലാവാണ്. മാവുണ്ട് അടുത്ത്. ഈ പൂവ് കണ്ടോ, പാലപ്പൂ എന്നാണ് ഞങ്ങൾ പറയുന്നത്. പ്രത്യേകതയുള്ളൊരു പൂവാണ്. നല്ല സ്മെല്ലാണ്, മണമാണ് ഇതിന്. ഉണ്ടോ, ഇലയില്ലാതെ അറ്റത്ത് മാത്രം പൂവുണ്ടായി. നല്ല വാസനയാണ്. അടുത്ത് കാണിച്ചു തരാം. ഉണ്ടോ, നല്ല ഭംഗിയുള്ള പൂവ്. ഉണ്ടോ, മരമാവും കേട്ടോ. നല്ല വലിയ പന്തലിച്ച് മരമാവുന്നൊരു മരവും കൂടിയാണ്, ചെടിയും കൂടിയാണ്. നല്ല ഭംഗിയാണ്. നല്ലതായിട്ട് പന്തലിക്കും, മരം പോലെ. ഇവിടെ നട്ടിട്ടേ ഉള്ളൂ. ഏത് വേനൽക്കും കഴിക്കും. ഈ കാണുന്ന വൃക്ഷമുണ്ടല്ലോ, അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പാട്ടിൽ. ഏത് പാട്ടെന്ന് പറയണ്ടേ? കായാമ്പൂ കണ്ണിൽ വിടരും കമലദളം. ആ പൂവാണത്. നല്ല കരിനീല കളർ ഇതിൻ്റെ പൂവിന്. നല്ല കരിനീല കളർ എന്ന് പറഞ്ഞാൽ നല്ല കരിനീല, പൂച്ചപ്പൂവിൻ്റെ പൂ പോലെ ഇരിക്കുന്ന നല്ല കരിനീല കളർ. അത് ഓരോ കമ്പുകളും പൂവുണ്ടായി കഴിഞ്ഞാൽ നമ്മൾ സീരിയൽ ലൈറ്റ് ഇട്ടേക്കുന്ന പോലെ നമുക്ക് കാണാൻ കഴിയുക. അതുപോലെ ആയിരിക്കും ഇതിനകത്ത് പൂണ്ടാണ്. കായാമ്പൂ എന്നാണ് അതിൻ്റെ പേര്. സ്ഫടികം പിടിച്ച മട. ആ പാട്ട് സീനില്ലേ, ലോറി കൊണ്ടുവന്നിട്ട് ഏഴിമല പൂഞ്ചോല എന്നുള്ള പാട്ടില്ലേ, അത് പിടിച്ച സ്ഥലത്തേക്കാണ് ഇപ്പോൾ നമ്മൾ പോണത്. ഒരിക്കലും ഞാൻ പറഞ്ഞിരുന്നു ലൊക്കേഷനുകളെല്ലാം പരിചയപ്പെടുത്താം. പിന്നീട് എനിക്ക് ഇറങ്ങാൻ കഴിഞ്ഞില്ല. എങ്കിലും ഇപ്പോൾ വിചാരിതമായിട്ടെങ്കിലും അവിടെ എത്താൻ കഴിഞ്ഞു. അത് മുകളിൽ നിന്ന് കാണിച്ചു തരാം. അതിനുശേഷം നമ്മൾ താഴെ പോയിട്ട് അവിടെ നിന്ന് കാണിക്കുന്നതായിരിക്കും. എന്തായാലും അവിടെ എത്തട്ടെ. ഇതാണ് ആ വിഷ്വല്. ഏഴിമല പൂഞ്ചോല എന്നുള്ള പാട്ട് നടന്ന ആ മടയാണിത്. എന്താ, സ്ഫടികം സിനിമയുടെ ഒരു സീൻ എടുത്തത് ഇവിടെയാണ്. അവിടെ നമുക്ക് ചെല്ലുന്നതായിരിക്കും. അവിടെ ചെന്നിട്ട് വീണ്ടും ബാക്കിയുള്ള കാണിക്കാം. ഇപ്പോൾ വേറെ ലൊക്കേഷൻ. ഇത് മറ്റൊരു സ്രോതസ്. എന്താ, ഇതെല്ലാം ഉണങ്ങി കിടക്കുകയാണ്. എന്താ, നല്ല വ്യൂ. എല്ലാം കരിഞ്ഞ് ഉണങ്ങി കിടക്കുക. അടുത്തൊരു വ്യൂ. എന്താ, എല്ലാം ഇതാണ്. ഇപ്പം അടുത്തൊരു വ്യൂ കണ്ടോ, മുകളിൽ നിന്നുള്ള അടുത്തൊരു വ്യൂ കണ്ടില്ലേ. ഇതെല്ലാം ഒന്നും പ്രവർത്തനമൊന്നുമില്ല, ഒന്നും വർക്കിംഗ് ഇല്ല. ഇതിനകത്തും ധാരാളം മീനുണ്ട്. നല്ല, ഞാൻ ആ പൂവ് ആദ്യം കുട്ടികളുടെ കയ്യിൽ നിന്ന് കാണിച്ചു തന്നില്ലേ, ആ പൂവാണ് ഈ കാണുന്നത്. കണ്ടാ, ഈ മരത്തിലാണ് അതുണ്ടാവുന്നത്. നിറയെ കരിഞ്ഞുണങ്ങി കിടക്കുക. നല്ല ഭംഗിയായി കാണാൻ. എന്താ, ആ വലയിട്ടേക്കണമെന്ന്. നീങ്ങി കിടക്ക്. അങ്ങോട്ട് പോലെ ഇങ്ങോട്ട് നീങ്ങി കിടക്കാച്ച്. ആ മരവാഴ. ആ മുട്ടിട്ടാണ്. അതാണ് മരവാഴ. ഒരു മുട്ടിട്ടേക്കണുണ്ടോ പൂ വിരിയാനായിട്ട്.
കണ്ടോ, ഇതാണ് മരവാഴ. പച്ച മരുന്നുകൾക്ക് ഉപയോഗിക്കുന്ന ഒരു ഇതും കൂടിയാണ്. എന്തിനു ഉപയോഗിക്കുന്ന എനിക്കറിയില്ല. മരവാഴ. ഇതിലും ധാരാളം മീനുകൾ വളർത്തുന്നുണ്ട്. കുപ്പിച്ചുകൊണ്ട് എറിഞ്ഞിട്ടാണ് കണ്ട വെള്ളത്തിൽ. അത് കാണാനില്ല ഞാൻ നോക്കിയിട്ട്. അതെ, കുപ്പിച്ചുകൊണ്ട് എറിഞ്ഞിട്ടാണ് അത്. കണ്ടിട്ടുണ്ട്, കണ്ടില്ലേ? അവിടെ അതെ വളർത്തുന്ന വെള്ളം എടുക്കണത്. പോവാം. വേറൊരു വഴിയിലേക്ക് ഇറങ്ങിയേക്കാണ്. വേറൊരു വഴിയിലേക്ക് ഇറങ്ങുകയാണ്. എല്ലാ വഴിയും നല്ല വൃത്തിയാക്കി വീതി കൂട്ടിയിട്ടുണ്ട്. നേരത്തെ ഇത്രയും വീതി ഉണ്ടായിരുന്നെങ്കിലും നമുക്കിതുപോലെ നടക്കാൻ സുഖമായിരുന്നില്ല. കണ്ടപ്പോൾ കരിങ്കല്ല് മുളച്ച് നിൽക്കുമായിരുന്നു. കല്ല് കാരണം നടക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ അത് മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇടത്തേക്ക് തിരിഞ്ഞു. ഇവിടെ നല്ല വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. വണ്ടികളൊക്കെ വന്ന് സ്ഥലം വീട് പണിക്ക് വേണ്ടിയിട്ടാണോ എന്നറിയില്ല. നല്ല വൃത്തിയാക്കി വെട്ടിപ്പാക്കിയിട്ടാണ്. കണ്ട, നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. എന്താണ് സംഭവം എന്ന് മനസ്സിലാകുന്നില്ല. ഇതാണ് നമ്മൾ പറഞ്ഞ ആ പാറമട. കണ്ട, ഇവിടെ എത്തി. ഇവിടെ അലക്കാനും കുളിക്കാനും ആൾക്കാർ ധാരാളം വരുന്നുണ്ട്. മഴ പെയ്ത് വെള്ളം പൊങ്ങുമ്പോൾ ഇവിടെയൊക്കെ വെള്ളമായിരിക്കും. നമുക്ക് അന്നേരം ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല. ഇതൊക്കെ നല്ലതായിട്ട് പൊങ്ങും. ഇവിടെ ആളുകൾ ധാരാളമായിട്ട് അങ്ങനെ ചൂണ്ടിടാൻ ബ്രാലിനൊക്കെ പിടിക്കാൻ വേണ്ടി വരും. ഇതിനകത്ത് ധാരാളം മീനുകളുണ്ട്. പറ്റുകയാണെങ്കിൽ നമുക്ക് മീൻ മറയുന്നത് കാണാൻ പറ്റും. അങ്ങോട്ട് കൊണ്ടുവിടുന്നു. ഇതാണ് നമ്മൾ ആ മുകളിൽ നിന്നും ഇവിടെ നിന്ന് നോക്കിയപ്പോൾ കണ്ട ആ വിഷ്വൽ. എന്താ, ഇവിടെയും ധാരാളം ആളുകൾ കുളിക്കാനും അലക്കാനും വരുന്നൊരു മടയാണ്. ഇവിടെ ആളുകൾ ധാരാളം ചൂണ്ട ഇടാറുണ്ടായിരുന്നു. ഇവിടെ സാമാന്യം വലിപ്പമുള്ള പിലോപ്പി കിട്ടും കേട്ടോ. ചെറുതല്ല, ഒരുവിധം നല്ല പിലോപ്പി. കുയിലുണ്ട്, രോഹുണ്ട്, കട്ട്ലയുണ്ട്. പക്ഷെ ഇപ്പം ആരെയും ചൂണ്ടിടാൻ കാണുന്നില്ല. എന്നിട്ട് അവിടെ നിന്നായി അവിടെ നിന്ന് എടുക്കാൻ പറ്റുന്നില്ല. അവിടെ നിന്നാ മതി അച്ചു. വേണ്ട, അവിടെ നിന്നായി. മീൻ മറയുന്നത് കാണുന്നില്ല. ഈ സമയത്ത് നല്ല പട്ടേന്നും പറഞ്ഞ് വലിയ മീൻ ഇങ്ങനെ എത്ര ഉള്ളത് ഒന്ന് മറിഞ്ഞ പാടില്ല. അപ്പം ഞങ്ങളിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അച്ചുടിങ്ക പറഞ്ഞേ, ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞേ. വാ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞങ്ങളിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. വീണ്ടും നല്ലൊരു വീഡിയോ വന്നിട്ട് വരുന്നു. ഓക്കെ. അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള അപ്പുക്കുട്ടൻ നല്ലൊരു പാട്ട് പാടാനുണ്ട്. കുഞ്ഞുണ്ടോ അയ്യോ കാക്കേ പറ്റിച്ചു. ഇനി അടുത്ത പാട്ട്. ഇനി നമുക്ക് അടുത്ത പാട്ടാട്ടോ. കുഞ്ഞുണ്ടോ അയ്യോ കാക്കേ പറ്റിച്ചു. അങ്ങനെ പറഞ്ഞോ, മോൻ പറഞ്ഞോ. അങ്ങോട്ട് പോലെ ഇങ്ങോട്ട് നീങ്ങിക്ക്. ആ കൂട്ടിനകത്ത് കുഞ്ഞുണ്ടോ അയ്യോ കാക്കേ പറ്റിച്ചു. അന്ന് പകുതിക്ക് നിർത്തിയേ, മുഴുവനായിട്ട് പാടിക്കേ.
അങ്ങനെയുണ്ട് ഇനിയുണ്ട്. പഠിക്കേ. നീ വരുമ്പോ നിന്നോട് കയ്യിൽ കുഞ്ഞുണ്ടോ അയ്യോ കാക്കേ പറ്റിച്ചു കണ്ട ഏല പാമ്പോട്ടോ പോനെ നന്ദിനെ പിടിച്ചാൻ കവല പിടിച്ച കൂ 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 നമ്മുടെ അപ്പുക്കുട്ടൻ താറാവിനെ അനുകരിക്കുന്നതാണ്. അവൻ ആ വെള്ളം കളിക്കുന്നുണ്ടപ്പോഴത്തേക്ക് അങ്ങോട്ട് പോയി. ചെറുപ്പ്